പ്രണാമം വിഷ്ണുദേവ. പ്രണാമം വിഷ്ണുദേവ. പ്രണാമം ഇന്ദ്രാദിദേവന്മാരെ. ഏവരും ആകെ പരിഭ്രാന്തരാണല്ലോ. ലോകരക്ഷകനായ അങ്ങ് ഒന്നും അറിയുന്നില്ലേ? ദാക്ഷായണി ദേഹത്യാഗം മൂലം കോപിഷ്ഠനായ മഹാദേവൻ സംഹാര താണ്ഡവമാടുകയാണ്. സ്വർലോകത്തും ഭൂലോകത്തും ഒരുപോലെ പ്രളയങ്ങൾ. അതിന് പരിഹാരം കാണാനാണ് ഞങ്ങൾ അങ്ങയെ ഇവിടേക്ക് ക്ഷണിച്ചത്. കൈലാസ ശൃംഗാധിപനായ മഹാദേവൻ കോപത്തിന്റെ പരമോന്നത ശൃംഗത്തിലാണ് ദേവ. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയിലുണ്ടായ കാര്യമായ വ്യതിയാനം മൂലം സകല ചരാചരങ്ങളും ഭയവിഹുലരായി കഴിയുകയാണ് വിഷ്ണുദേവ. ശിവഭഗവാന്റെ താണ്ഡവം കണ്ടു നിൽക്കാനാവുന്നില്ല. പർവ്വതങ്ങൾ പൊട്ടിച്ചിതറുന്നു. സപ്തസമുദ്രങ്ങളും സമനില തെറ്റി വേലിയേറ്റം സൃഷ്ടിക്കുന്നു. അതിന്റെ ആന്തോളനം അങ്ങ് പാലാഴിയിലും അനുഭവപ്പെടുന്നില്ലേ ദേവ? പ്രപഞ്ചത്തിന്റെ സ്ഥിതിപാലകനായ വൈകുണ്ഠനാഥന് മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. സംഹാരമൂർത്തിയുടെ പ്രപഞ്ച നശീകരണ താണ്ഡവം അവസാനിപ്പിക്കൂ ദേവ. ദൈവശ്രേഷ്ഠരെ, പ്രപഞ്ചത്തിൽ അനിവാര്യമായും സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണമല്ലോ. അതിന് പരിഹാരമുണ്ടാക്കാൻ നാം നമ്മുടെ ചക്രായുധം പ്രയോഗിച്ച് പ്രകൃതിയും അന്തരീക്ഷവും ശാന്തമാക്കാം. നിങ്ങൾ ഭഗവാനെ കണ്ട് ശാന്തപ്രകൃതനാകാൻ അപേക്ഷിക്കുക. ഹേ ഗംഗാധര, അങ്ങയുടെ താണ്ഡവത്തിന്റെ ശക്തി മൂലം പ്രപഞ്ചത്തിന്റെ തുലനാവസ്ഥ തകർന്നിരിക്കുന്നു. താണ്ഡവം നിർത്തിയാലും ശാന്തസ്വരൂപനായാലും. സംഹാരമൂർത്തിയായ അങ്ങ് പ്രപഞ്ചരക്ഷകനുമാണല്ലോ. പ്രപഞ്ചം നിലനിർത്താൻ ബാധ്യസ്ഥനായ അങ്ങ് പ്രപഞ്ചത്തെ നശിപ്പിക്കരുത്. ശാന്തത കൈവരിച്ചാലും. വാസുകിയുടെ വിഷം പതിച്ച് പ്രപഞ്ചം നശിക്കാതിരിക്കാൻ വിഷത്തെ കണ്ഠത്തിലേറ്റു വഹിച്ച് ശ്രീനീലകണ്ഠ, ശാന്തനായാലും പ്രകൃതിയെ സംരക്ഷിച്ചാലും ദേവ. സപ്തസമുദ്രങ്ങൾ സമനില തെറ്റി സൃഷ്ടിക്കുന്ന വേലിയേറ്റം ഇനിയും അവസാനിച്ചില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കരയില്ലാതാകും. ഈ താണ്ഡവം ഒന്ന് അവസാനിപ്പിക്കൂ ദേവ. വിഷ്ണുദേവന്റെ ദൂതരാണ് ഞങ്ങൾ. ഞങ്ങളിലൂടെ അങ്ങ് കേൾക്കുന്നത് വൈകുണ്ഠനാഥന്റെ അഭ്യർത്ഥനയാണെന്നറിഞ്ഞാലും ശാന്തനായാലും. വിഷ്ണുദേവൻ അയച്ച ചക്രായുധത്തിനു മാത്രമേ ഇനി കൈലാസനാഥനെ ശാന്തനാക്കാൻ കഴിയൂ. ഈ കൈലാസം എന്താ ഇങ്ങനെ ആകെ ശൂന്യമായതുപോലെ? ദാക്ഷായണി ദേവി ഇല്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് അറിയുന്നുണ്ട്. അതെ അതെ, ദാക്ഷായണി ദേവിയുടെ വേർപാട് നമ്മെ ഇങ്ങനെ ബാധിക്കുമെങ്കിൽ ഭഗവാന്റെ കാര്യം പറയാനുണ്ടോ? അദ്ദേഹത്തിന് അത് സഹിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ബ്രഹ്മദേവനും വിഷ്ണുദേവനും ഒക്കെ എത്ര ശ്രമിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒന്ന് ശാന്തനാക്കാൻ സാധിച്ചത്. ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഇനിയുള്ള കാലം അദ്ദേഹം ഏകനായി കഴിയുമെന്നാണോ? മറ്റൊരു ദേവിയെക്കുറിച്ച് മനസ്സിൽ പോലും അദ്ദേഹത്തിന് ചിന്തിക്കാനാവില്ലല്ലോ. നന്ദികേശ്വര, കൽപ്പിച്ചാലും ഭഗവാനെ. കൽപ്പനയല്ല, അന്വേഷണമാണ്. എന്താണ്, നിങ്ങളെല്ലാവരും പരിസരബോധമറ്റവരായോ? അത് പ്രഭോ, ഞങ്ങൾ പറയൂ, എന്തായാലും പറയൂ. നിങ്ങളുടെ ആശങ്കകൾ നമ്മുടേതു കൂടിയല്ലേ? പറയൂ. ഞങ്ങൾ ദാക്ഷായണി ദേവിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മാതാവിൻ്റെ വിയോഗശേഷം അങ്ങ് ഏകനാണ്. ആ ഏകാന്തതയ്ക്ക് എങ്ങനെയൊരു പരിഹാരം കൈവരുമെന്ന് അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ. നന്ദികേശ്വര, നാം പുരുഷനും ദാക്ഷായണി പ്രകൃതിയുമാകുന്നു. പുരുഷനും പ്രകൃതിയും
ഒരു കാലത്തും വേർപിരിയുന്നില്ല. ഓരോ കാലത്തും ഓരോ ഉടൽ സ്വീകരിച്ചുകൊണ്ട് പ്രകൃതി പുരുഷനോടൊപ്പം തന്നെ വാഴുന്നു. അപ്പോ ദാക്ഷായണി മാതാവിന് പുതിയൊരു ജന്മം, പുതിയൊരു ഉടൽ കൈവരുമെന്നാണോ അങ്ങ് പറയുന്നത്? അതെ, ദാക്ഷായണി പുനർജനിക്കുക തന്നെ ചെയ്യും. എപ്പോൾ? എവിടെ? വൈകാതെ തന്നെ. ഭൂമിയിൽ ഭാരതഖണ്ഡത്തിൽ പർവ്വതരാജാവ് ഹിമവാൻ ദാക്ഷായണിയുടെ പുനർജന്മത്തിനായി ഘോര തപസ്സിലാണ്. അവിടെ ഹിമവാന്റെയും മേനകയുടെയും പുത്രിയായി, അതെ, പർവ്വതപുത്രിയായി, പാർവതിയായി ദാക്ഷായണി പുനർജനിക്കും. അങ്ങനെ ഹിമവാന് പുത്രിയായി ജനിക്കുന്ന ആ ദേവി പ്രായവും പ്രാപ്തിയും കൈവരിക്കുന്ന മുറയ്ക്ക് നമ്മോട് ചേരും. ആ സുദിനത്തിനായി കാത്തിരിക്കൂ. തൃപ്തിയായി മഹാദേവ, തൃപ്തിയായി. വരൂ നന്ദികേശ. നന്ദികേശ, കൽപ്പിച്ചാലും സ്വാമി. നാം ഗുഹയിൽ ധ്യാനത്തിലായിരിക്കും. സനകാദി മഹർഷിമാരെ സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനാതനൻ എന്നീ 4 മഹർഷിമാരെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടാൽ മതി. കൽപ്പന പോലെ. നന്ദികേശ്വര, ഇവിടെ കാത്തു നിൽക്കൂ. വൈകാതെ സനകാദികളായ മുനിമാർ ഇവിടെ വരും. സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനാതനൻ, അവർ 4 പേരാണ്. അവരെ മാത്രം ഉള്ളിലേക്ക് വിടുക. മറ്റാരെയും കടത്തിവിടണ്ട. അങ്ങയുടെ കൽപ്പന പാലിക്കപ്പെട്ടിരിക്കും മഹാദേവ. നന്ദികേശ സ്വാമികളെ, നാം സനകൻ, നാം സനന്ദനൻ, നാം സനത്കുമാരൻ. സനാതന മഹർഷിയാണ് നാം. അറിയാം. ഭഗവാൻ ഗുഹയ്ക്കുള്ളിൽ ധ്യാനത്തിലാണ്. നിങ്ങൾ 4 മഹർഷിമാര് മാത്രം അകത്തേക്ക് കടത്തിവിട്ടാൽ മതിയെന്ന് ഭഗവാന്റെ കൽപ്പനയുണ്ട്. അകത്തേക്ക് പ്രവേശിച്ചാലും. ആയിക്കോട്ടെ. പ്രണാമം മഹാദേവ. പ്രണാമം മുനിശ്രേഷ്ഠരെ. നിങ്ങളെ മാത്രം നമ്മുടെ ധ്യാനസ്ഥലത്തേക്ക് കടത്തിവിടാൻ നാം നന്ദികേശന് അനുവാദം നൽകിയിരുന്നു. അനുവാദം നൽകിയതിൽ ഈ ഉള്ളവർക്ക് കൃതാർത്ഥതയുണ്ട് ദേവ. ഞങ്ങളെ അങ്ങ് ക്ഷണിച്ചിരുന്നു. അതെ, മഹർഷിമാരായ നിങ്ങൾ പല ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര ജ്ഞാനം നിങ്ങൾ ഇനിയും നേടിയിട്ടില്ല. അവിടുത്തെ ബോധ്യം ശരിയാണ് ഭഗവാനെ. ഞങ്ങൾ ഇനിയും വേണ്ടത്ര ജ്ഞാനം നേടിയിട്ടില്ല. നമുക്ക് വേണ്ടുന്ന ജ്ഞാനം പകർന്നു നൽകിയാലും ദേവാ. നാം ഒരു മുദ്ര കാട്ടും. നിങ്ങളും അതേ മുദ്ര കാട്ടി തപസ് അനുഷ്ഠിക്കുവിൻ. അവിടുത്തെ ഇച്ഛ പോലെ.
താരകാസുരന്റെ സർവനാശം വിതച്ചുകൊണ്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ്. അവന്റെ ശക്തിക്കടിപ്പെട്ട് ദേവന്മാരായ നമ്മുടെ ശക്തി അമ്പെ ക്ഷയിച്ചിരിക്കുന്നു. സ്വന്തം ലോകങ്ങൾ വിട്ട് വ്യോമമണ്ഡലത്തിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി താരകാസുരൻ സൃഷ്ടിച്ചിരിക്കുന്നു. ദേവന്മാരെ, സ്വർഗീയ സുഖം മാത്രം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന നമുക്ക് ഇരിപ്പിടമില്ലാത്ത ഈ അലഞ്ഞു തിരിയൽ അസഹ്യമായിരിക്കുന്നു. ശൂന്യത നിറഞ്ഞ ഈ വ്യോമമണ്ഡലം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. താരകാസുരന്റെ അട്ടഹാസവും തുളഞ്ഞു കയറുന്ന നോട്ടവും ഇപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയും പെട്ടെന്നൊരു അഭയസ്ഥാനം വേണം. ദേവി ഇന്ദ്രാണി, സ്വർഗീയ സുഖം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന നമുക്ക് സ്ഥാനഭ്രഷ്ടരായി അലയേണ്ടി വരുന്നതിന്റെ ദുഃഖം ബോധ്യപ്പെടുത്താനായിരിക്കും വിധി താരകാസുരനെ കൊണ്ട് ഇത്തരമൊരു അവസ്ഥ സൃഷ്ടിച്ചത്. ഈ അവസ്ഥ മാറണമെങ്കിൽ താരകാസുരൻ ഇല്ലാതാകണം. താരകാസുരനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തി നമുക്കില്ലല്ലോ അഗ്നിദേവ. ബ്രഹ്മദേവനല്ലേ താരകാസുരന് വരം നൽകിയിരിക്കുന്നത്? വരപ്രാപ്തന്റെ വധം നടക്കാനുള്ള ഉപായവും വരദായകനായ ബ്രഹ്മദേവൻ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ബ്രഹ്മദേവന്റെ സമക്ഷം ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അതേ വായുദേവ, ബ്രഹ്മദേവന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂ. അദ്ദേഹത്തെ അഭയം പ്രാപിക്കുക തന്നെ. വരിൻ. നന്ദികേശ, കൈലാസപീഠത്തിൽ ഭഗവാനെ കണ്ടില്ല. ശിവഭഗവാൻ ധ്യാനത്തിലാണ്. അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവാദമില്ല. നന്ദികേശ, മഹാദേവനെ കാണേണ്ടത് അത്യാവശ്യമാണ്. തടയരുത്. ശിവഭഗവാൻ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശിവഭഗവാനെ തൊഴുത് അനുഗ്രഹം വാങ്ങാൻ വന്നതല്ല. പ്രപഞ്ചത്തെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് മഹാദേവനോട് സംസാരിക്കാൻ വന്നതാണ്. വൈകുന്ന ഓരോ നിമിഷവും ആ വിപത്ത് വലിയൊരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കും. തടയരുത്, മാറി നിൽക്കൂ. പ്രപഞ്ചം കീഴ്മേൽ മറിഞ്ഞാലും നന്ദികേശ്വരന് മഹാദേവന്റെ വാക്കാണ് ആധാരം. എന്റെ പ്രഭു പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. അതുകൊണ്ട് ദയവായി അഗ്നിദേവൻ ശാന്തനാകൂ. ശിവഭഗവാന്റെ അനുമതിയില്ലാതെ ആരെയും അകത്തേക്ക് വിടില്ല. മഹാദേവന്റെ ഉപദേശം അനിവാര്യമായതുകൊണ്ടാണ് നന്ദികേശ. ഇല്ല ദേവേന്ദ്ര, താങ്കൾ മറ്റൊരവസരത്തിൽ വരൂ. ഇപ്പോൾ മഹാദേവനെ കാണാൻ സാധ്യമല്ല. നാരായണ 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 നാരായണ. പ്രണാമം ദേവേന്ദ്ര. പ്രണാമം ദേവർഷേ. ഉപവിഷ്ടനായാലും. ദേവാധിപ, എല്ലാവരും വിഷണ്ണരാണല്ലോ. വിഷാദഹേതു അറിഞ്ഞാൽ കൊള്ളാം. ദേവർഷേ, ഞങ്ങൾ ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ കാണാൻ പോലും അനുവദിച്ചില്ലെങ്കിൽ വിഷാദിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. മനസ്സിലായില്ലല്ലോ ഇന്ദ്രദേവ. ഞങ്ങൾ കൈലാസത്തിലെത്തിയത് ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരമായിരുന്നു. താരകാസുരൻ വിതച്ചിരിക്കുന്ന ഭീതിയുടെ നിഴലിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് മഹാദേവനോട് അഭ്യർത്ഥിക്കാൻ. പക്ഷേ നന്ദികേശൻ ഭഗവാനെ കാണാൻ ഞങ്ങളെ അനുവദിച്ചില്ല ദേവർഷേ. ഓഹോ, അപ്പോൾ അതാണ് നിങ്ങളുടെ ദുഃഖഹേതു. ആരെയും പ്രവേശിപ്പിച്ച് തന്റെ ധ്യാനം മുടക്കരുതെന്ന് കരുതി ശിവന്റെ കർശനമായ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതെന്ന് ധരിച്ചാലും. വേണ്ടപ്പെട്ടവർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ധ്യാനം ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് മാമുനെ? അത് നിങ്ങളുടെ സങ്കട പരിഹാരാർത്ഥമാണ് ഇന്ദ്രാണി ദേവി. ദേവിയുടെ അവതാരം ആസന്നമായിരിക്കുന്നു. ഹിമവാൻ തപം ചെയ്ത് ദേവി അവതരിച്ച് യൗവനാവസ്ഥയിലെത്തണം.
എന്നിട്ട് ശിവൻ ദേവിയെ വേളി കഴിച്ചെങ്കിൽ മാത്രമേ കുമാരസംഭവം നടക്കുകയുള്ളൂ. കുമാരസംഭവം നടന്നെങ്കിൽ മാത്രമേ താരകാസുരവധവും നടക്കുകയുള്ളൂ. ദേവി ജനിക്കാൻ വേണ്ടിയുള്ള ഹിമവാന്റെ തപസ് ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ദേവി അവതരിക്കാൻ വേണ്ടിയുള്ള യജ്ഞവും തപസ്സും നിങ്ങളും ആരംഭിച്ചു കൊള്ളുക. അവിടുത്തെ ഹിതം പോലെ ദേവർഷേ. നാരായണ നാരായണ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സങ്കട നിവർത്തി വരുത്തുവാൻ ശ്രീ പരമേശ്വരൻ പ്രതിജ്ഞാബദ്ധനാണെന്ന സത്യവും അറിഞ്ഞുകൊള്ളുക. മംഗളം ഭവിക്കട്ടെ. നാരായണ 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 നാരായണ.